ഡൽഹി NSS നിർമ്മിക്കുന്ന മന്നം സ്മൃതി മണ്ഡപത്തിന് പശ്ചിമബംഗാൾ മുൻ ഗവർണർ CV ആനന്ദ് ബോസ് തറക്കല്ലിട്ടു. ദ്വാരക സെക്ടർ 11-ൽ മന്നം ഇന്റർനാഷണൽ സെന്ററിനോട് ചേർന്നാണ് മന്നം സ്മൃതി മണ്ഡപം നിർമ്മിക്കുന്നത്. ചടങ്ങിൽ ഭാഗമാകാൻ രാജ്യതലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് പേരാണ് എത്തിയത്. ദ്വാരക സെക്ടർ 11-ൽ മന്നം ഇന്റർനാഷണൽ സെന്ററിനോട് ചേർന്നാണ് ഡൽഹി NSS മന്നം സ്മൃതി മണ്ഡപം നിർമ്മിക്കുന്നത്. പശ്ചിമബംഗാൾ മുൻ ഗവർണർ CV ആനന്ദ് ബോസ് സ്മൃതി മണ്ഡപത്തിന് തറക്കല്ലിട്ടു. രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. 6 മാസത്തിനകം സ്മൃതി മണ്ഡപം പൂർത്തിയാക്കുമെന്ന് ഡൽഹി NSS അധ്യക്ഷൻ MKG പിള്ള വ്യക്തമാക്കി. മാക്സിമം 6 മാസം, അതിന് മുമ്പ് തന്നെ തയ്യാറാകും. നമ്മളെ ഒരു കമ്മിറ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഔട്ടർ മാക്സിമമായിട്ടുള്ള പീരീഡ് പറയണമല്ലോ, 6 മാസത്തിനകത്താകും. ഇത് എല്ലാവരുടെയും ഒരു എന്താ പറയുക, ഒരു പ്രാർത്ഥനാലയം, ഒരു പുഷ്പാർച്ചന നടത്താനും കേരളത്തിന് വെളിയിൽ താമസിക്കുന്നവർക്ക് ഇതൊരു വലിയ അസുലഭ അവസരമാണ്. നമുക്ക് മന്നത്തിനെ ആദരിക്കുന്നവർ, അദ്ദേഹത്തിനെ പൂജിക്കുന്നവർ, അവർക്കൊക്കെ ഇതുപോലെ ഇത് വേണം എന്ന് വളരെ കാലമായിട്ട് പറയുകയായിരുന്നു. ആനന്ദ് ബോസ് സാറ് വന്ന് അന്ന് പ്രഖ്യാപിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം കിട്ടിയതും സമയബന്ധിതമായിട്ട് ഇപ്പോഴേലും നടത്താൻ കഴിഞ്ഞത്. മന്നം പകർന്നു നൽകിയ ആദർശങ്ങൾ വരും തലമുറയ്ക്ക് കൈമാറുകയാണ് ലക്ഷ്യമെന്ന് ഡൽഹി NSS ജനറൽ സെക്രട്ടറി MD ജയപ്രകാശ് പറഞ്ഞു. ത്യാഗനിർഭരമായ ഒരു ജീവിതം, ഒരു മനുഷ്യായുസ്സ് മുഴുവൻ താൻ ജനിച്ച സമുദായത്തിനും സമൂഹത്തിനും വേണ്ടിയിട്ട് പ്രയത്നിച്ച മന്നം എന്ന് പറയുന്ന ആ മഹത് വ്യക്തിയുടെ ജീവിതം അതൊരു പാഠപുസ്തകം പോലെ അടുത്ത തലമുറയ്ക്ക് പഠിക്കത്തക്കവണ്ണമുള്ള ഒരു അവസരമാണ് ഡൽഹി NSSയുടെ ഡൽഹിയിൽ ഒരുക്കി കൊടുക്കുന്ന ഈ മന്നം സ്മൃതി മണ്ഡപം ഉണ്ടാക്കുന്നതിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് തന്നെയാണ് അടുത്ത തലമുറ മന്നത്തിൻ്റെ സേവനം, മന്നം ആരായിരുന്നു, മന്നത്തിൻ്റെ ജീവിതം അത് എല്ലാവർക്കും പഠിക്കത്തക്കവണ്ണമുള്ള രീതിയിലേക്ക് ഉള്ള അവസരമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഡൽഹി സർക്കാരിന്റെ ഉപദേഷ്ടാവ് ഡോക്ടർ G അശോക് കുമാർ, ബാബു പണിക്കർ, MG രാജശേഖരൻ നായർ, R വിജയൻപിള്ള, RC നായർ, TN ഹരിദാസ്, ആർക്കിടെക്ട് ജോൺ ഫിലിപ്പോസ്, MR ഉണ്ണി, ഡോക്ടർ M ചന്ദ്രശേഖരൻ നായർ, N ഭദ്രൻ നായർ തുടങ്ങി നൂറുകണക്കിന് പേരാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയത്. ജനം, ഡൽഹി.